ഹായ് ആൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് LDCയിലെ കലാകായിക സാഹിത്യ സംസ്കാരം എന്നതിലെ പാർട്ട് 5 വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത് കഥകളിയെക്കുറിച്ചിട്ടും കഥകളിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെട്ടത്തുനാടൻ, കപ്ലിംഗ് ഓടൻ, കല്ലിടിക്കോടൻ എന്നീ സമ്പ്രദായങ്ങൾ ഏതു കലയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഏതൊക്കെ സമ്പ്രദായങ്ങളാണ്? വെട്ടത്തുനാടൻ, കപ്ലിംഗ് ഓടൻ, കല്ലിടിക്കോടൻ എന്നീ സമ്പ്രദായങ്ങൾ ഏതുമായി ബന്ധപ്പെട്ട്? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കഥകളിയാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? വെട്ടത്തുനാടൻ, അതേപോലെ തന്നെ കപ്ലിംഗ് ഓടൻ, കല്ലിടിക്കോടൻ എന്നീ സമ്പ്രദായങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതായത് ഈ കപ്ലിക്കോടൻ, കല്ലിടിക്കോടൻ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ, അതായത് ഇതൊക്കെ ഓരോ രാജ്യങ്ങളായിരുന്നു പണ്ട് കാലത്ത്. അതൊക്കെ ഈ കഥകളിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ആ സമ്പ്രദായങ്ങളാണ് ഇതൊക്കെ ഈ പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വെട്ടത്തുനാട്ടിലത്തെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് കഥകളിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതേപോലെ തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സമ്പ്രദായമാണ് ഏതെന്ന് പറയുന്നത്? കപ്ലിക്കോടൻ എന്ന് പറയുന്നത്. വെട്ടത്ത് രാജാവ് ചെയ്തിട്ടുള്ള സമ്പ്രദായങ്ങളാണ് ഏതെന്ന് പറയുന്നത്? വെട്ടത്ത് നാട്ട് സമ്പ്രദായം എന്ന് പറയുന്നത്. പിന്നെ കോട്ടയം തമ്പുരാൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പരിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കല്ലിടിക്കോടൻ സമ്പ്രദായം എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിലൊന്നും എന്താ പറയുക, ഈ കഥകളിയിൽ വാചകാഭിനയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് കഥകളിയിൽ സമ്പ്രദായങ്ങളുണ്ട്. ഏതൊക്കെ സമ്പ്രദായങ്ങളാണ് മെയിനായിട്ടുള്ളത്? വെട്ടത്തുനാടൻ സമ്പ്രദായം, കപ്ലിംഗ് ഓടൻ സമ്പ്രദായം, കല്ലിടിക്കോടൻ. ഇതൊക്കെ ഏത് രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? വെട്ടത്തുനാട് രാജാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വെട്ടത്തുനാട്. പിന്നെ ഏതാണ്? തിരുവിതാംകൂർ രാജാവുമായി ബന്ധപ്പെട്ടതാണ് കപ്ലിക്കോടൻ. കോട്ടയം രാജാവുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കത്തിവേഷങ്ങൾക്ക് പ്രാധാന്യമുണ്ടാക്കിയ സമ്പ്രദായം ഏതാണ്? കത്തിവേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? രാവണൻ, നരകാസുരൻ പോലുള്ള വേഷങ്ങളാണ് കത്തിവേഷങ്ങൾ. ഈ കത്തിവേഷങ്ങൾക്ക് പ്രാധാന്യമുണ്ടാക്കിയ സമ്പ്രദായം ഓപ്ഷൻ എ കപ്ലിംഗ് ഓടൻ സമ്പ്രദായം, ഓപ്ഷൻ ബി വെട്ടത്തുനാടൻ സമ്പ്രദായം, ഓപ്ഷൻ സി കല്ലിടിക്കോടൻ സമ്പ്രദായം, ഓപ്ഷൻ ഡി തിരനോട്ടം സമ്പ്രദായം. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരിക? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ കപ്ലിംഗ് ഓടൻ സമ്പ്രദായമാണ് കത്തിവേഷങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്ന സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ കത്തിവേഷങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള സമ്പ്രദായം ഏതായിരുന്നു? കപ്ലിംഗ് ഓടൻ സമ്പ്രദായമായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ്. ഓപ്ഷൻ എ ചെണ്ടയുണ്ട്, ചേങ്ങിലയുണ്ട്, ഇലത്താളമുണ്ട്. ഇതിൽ കൂടുതലുമുണ്ട്. ഒരു 6-7 ഉപകരണങ്ങളാണ്, വാദ്യോപകരണങ്ങളാണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് PSCക്ക് തന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ വരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ തന്നിരിക്കുന്നവയിൽ ഈ കലയുമായി ബന്ധപ്പെട്ട, കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വാദ്യോപകരണങ്ങൾ ഏതാണെന്നും ഏതൊക്കെയാണ് അല്ലാത്തത് എന്ന് ഒക്കെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഉപകരണങ്ങളാണെന്ന് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? ചെണ്ടയുണ്ട്, ചേങ്ങിലയുണ്ട്, ഇലത്താളമുണ്ട്, ഇനിയും ഉണ്ട്. പിന്നെ ഏതൊക്കെയാണ്? പിന്നെ ശംഖ്, ഇടയ്ക്ക, ശുദ്ധമദ്ദളം. കഥകളിയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ടയുണ്ട്, ചേങ്ങിലയുണ്ട്, ഇലത്താളമുണ്ട്, ശംഖുണ്ട്, ഇടയ്ക്കയുണ്ട്, ശുദ്ധമദ്ദളമുണ്ട്. ഇത് എന്തായാലും ഓർത്ത് വയ്ക്കണം. അതായത് പണ്ട് കഥകളിൽ വാചക അഭിനയം അല്ല ഉണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു? ഇങ്ങനെ മൂകാഭിനയം ഉണ്ടാവില്ലേ, അതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ നിർത്തിയിട്ട് കഥകളിയിൽ ചെണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാദ്യോപകരണമാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്.
അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതിന് മുന്നേ എന്തുണ്ടായിരുന്നില്ല, ആദ്യമൊന്നും ചെണ്ടയോ അല്ലെങ്കിൽ വാദ്യോപകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ചെണ്ടയും അതുപോലെ തന്നെ ചേങ്ങില പോലുള്ള വാദ്യോപകരണങ്ങളൊക്കെ വന്നത്. ഈ പേരുകളൊക്കെ ഓർത്ത് വയ്ക്കുക: ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശംഖ്, ഇടയ്ക്ക, ശുദ്ധമദ്ദളം. ഇത് എന്തായാലും ഷുവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. നായകൻ, ഉപനായകൻ എന്നീ കഥാപാത്രങ്ങൾക്ക് നൽകുന്ന കഥകളിയിലെ വേഷം ഏതാണ്? ഓപ്ഷൻ എ പച്ചവേഷം, ഓപ്ഷൻ ബി കത്തിവേഷം, ഓപ്ഷൻ സി മിനുക്കുവേഷം, ഓപ്ഷൻ ഡി കരിവേഷം. ഇതിലേതാണ് നായകനും ഉപനായകനും നൽകുന്ന വേഷം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ വരുന്നത്? അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ പച്ചവേഷമാണ്. നായകനും ഉപനായകനും ഒക്കെ കഥകളിയിൽ നൽകുന്ന വേഷം എന്ന് പറയുന്നത് ഏതാണ്? പച്ചവേഷമാണ്. പോലത്തെ പച്ച കളറ് ചായം പുരട്ടിയിട്ടുള്ള വേഷമാണ് ഏതെന്ന് പറയുന്നത്? പച്ച വേഷം എന്ന് പറയുന്നത്. അതാണ് നായകനും അതേപോലെ തന്നെ ഉപനായകനും നൽകുന്ന വേഷം എന്ന്. 5ാമത്തെ ക്വസ്റ്റ്യൻ. പ്രതിനായക കഥാപാത്രങ്ങൾക്ക് നൽകുന്ന കഥകളിയിലെ വേഷം ഏതാണ്? നമ്മൾ പറഞ്ഞു നായക കഥാപാത്രങ്ങൾക്ക് പച്ച വേഷമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതിനായക കഥാപാത്രങ്ങൾക്ക് ഏത് വേഷമായിരിക്കും നൽകുന്നുണ്ടാവുക? ഓപ്ഷൻ എ പച്ചവേഷം, ഓപ്ഷൻ ബി കത്തിവേഷം, ഓപ്ഷൻ സി മിനുക്കുവേഷം, ഓപ്ഷൻ ഡി കരിവേഷം. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? കത്തിവേഷമാണ്. പ്രതിനായക കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്ന കഥകളിയിലെ വേഷം ഏതാണ്? കത്തിവേഷമാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, മുഖത്ത് കറുത്ത കളറായിട്ട് ഒരു നെഗറ്റീവ് ഫീൽ പ്രതിനായകൻ എന്ന് പറയുമ്പോൾ തന്നെ അറിഞ്ഞൂടെ. അപ്പോൾ ആ ഒരു കത്തിവേഷമാണ് ആര് യൂസ് ചെയ്യുന്നത്? പ്രതിനായക കഥാപാത്രങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ. സ്ത്രീ, ബ്രാഹ്മണൻ, മുനിമാർ എന്നിവർക്ക് നൽകുന്ന കഥകളിയിലെ വേഷം ഏതാണ് എന്താണ്? ഓപ്ഷൻ എ പച്ചവേഷം, ഓപ്ഷൻ ബി കത്തിവേഷം, ഓപ്ഷൻ സി മിനുക്കുവേഷം, ഓപ്ഷൻ ഡി പഴുപ്പുവേഷം. ഇതിലേതാണ് സ്ത്രീ, ബ്രാഹ്മണൻ, മുനിമാർ എന്നിവർക്ക് നൽകുന്ന വേഷം ഏതാണ്? അപ്പോൾ സ്ത്രീ, ബ്രാഹ്മണൻ, മുനിമാർ എന്നിവർക്ക് നൽകുന്ന വേഷം ഏതാണ്? അതെ, ഓപ്ഷൻ സി മിനുക്കുവേഷമാണ് സ്ത്രീക്കും ബ്രാഹ്മണനും അതേപോലെ തന്നെ മുനിമാർക്കും നൽകുന്ന വേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു പോവുക. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ. ഹനുമാൻ പോലുള്ള കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകളിയിലെ വേഷം ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പച്ചവേഷം, ഓപ്ഷൻ ബി വെള്ളത്താടി, ഓപ്ഷൻ സി പഴുപ്പുവേഷം, ഓപ്ഷൻ ഡി കത്തിവേഷം. ഇതിലേതാണ് ഹനുമാൻ പോലുള്ള കഥാപാത്രങ്ങളിൽ യൂസ് ചെയ്യുന്ന വേഷം ഏതാണ്? പച്ചവേഷമാണോ, വെള്ളത്താടിയാണോ, പഴുപ്പുവേഷമാണോ, കത്തിവേഷമാണോ? ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്? അപ്പോൾ ഹനുമാൻ പോലുള്ള കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന വേഷം ഏതാണ്? വെള്ളത്താടി വേഷമാണ് ഹനുമാൻ പോലുള്ള കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന വേഷം എന്ന് പറയുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ. ദുശാസനൻ, ബാലി, സുഗ്രീവൻ പോലുള്ള കഥാപാത്രങ്ങൾ അണിയുന്ന കഥകളിയിലെ വേഷം ഏതാണ് എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വെള്ളത്താടി, ഓപ്ഷൻ ബി ചുവന്ന താടി, ഓപ്ഷൻ സി കറുത്ത താടി, ഓപ്ഷൻ ഡി കത്തിവേഷം. ഇതിലേതാണ് ദുശാസനൻ, ബാലി, സുഗ്രീവൻ പോലുള്ള കഥാപാത്രങ്ങൾ അണിയുന്ന വേഷം? അപ്പോൾ ദുശാസനൻ, ബാലി, സുഗ്രീവൻ പോലുള്ള കഥാപാത്രങ്ങൾക്ക് യൂസ് ചെയ്യുന്ന വേഷം ഏതാണ് കഥകളിയിൽ? ചുവന്ന താടി വേഷമാണ് ദുശാസനൻ, ബാലി, സുഗ്രീവനൊക്കെ യൂസ് ചെയ്യുന്നത്. ഏതാണ്? ചുവന്ന താടി. അപ്പോൾ ഇന്നെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
വെട്ടത്തുനാടൻ, കപ്ലിക്കോടൻ, കല്ലിളിക്കോടനൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. കത്തിവേഷം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? കപ്ലിക്കോടനായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. കഥകളിയിലെ ഉപകരണങ്ങൾ ഏതൊക്കെ? വാദ്യോപകരണങ്ങൾ ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശംഖ്, ഇടയ്ക്ക, ശുദ്ധമദ്ദളം ഇതൊക്കെയാണ്. പിന്നെ ഏതാണ്? നായകൻ ഉപനായകനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വേഷം ഏതാണ്? പച്ചവേഷമാണ്. പ്രതിനായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കത്തിവേഷമാണ്. സ്ത്രീയുമായിട്ടും അതുപോലെ മുനിമാർ, ബ്രാഹ്മണനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് മിനുക്ക് വേഷമാണ്. പിന്നെ ഹനുമാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് വെള്ളത്താടിയാണ്. ദുശാസനൻ, ബാലി, സുഗ്രീവനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ചുവന്ന താടിയുമാണ്. പിന്നെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.